റിപ്പോർട്ടർ ബ്രേക്കിംഗ്. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് CPIM. എന്നാൽ തുടർ നടപടികളിൽ തിടുക്കം കാണിക്കില്ല. പദ്ധതി നടപ്പാക്കേണ്ട സ്കൂളുകളുടെ പട്ടിക ഉടൻ കൈമാറില്ല. പദ്ധതി നടപ്പാക്കാൻ മേൽനോട്ട സമിതിയെ നിയോഗിക്കും. വിവരങ്ങളുമായി റോഷിബാൽ ചേരുകയാണ്. റോഷിബാൽ, ഇന്നിപ്പോൾ CPIM ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്കാണ് എത്തിയിരിക്കുന്നത് അല്ലേ? അതായത് മന്ദഗതിയിൽ മതി മുന്നോട്ട് പോക്ക്, പക്ഷേ ഈ കരാർ റദ്ദാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എന്നാൽ എത്തുകയുമില്ല. റോഷി, വളരെ വിശദമായ ചർച്ചകൾക്കൊടുവിലാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് CPIM നേതൃത്വം എത്തുന്നത്. ഇന്ന് CPIM അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നതും PM ശ്രീ പദ്ധതി ചർച്ച ചെയ്യാൻ വേണ്ടിയായിരുന്നു. CPI കടുത്ത എതിർപ്പ് ഉയർത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി തലസ്ഥാനത്ത് തിരിച്ചെത്തിയതിന് തൊട്ടു പിന്നാലെ ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന ഈ കാര്യം വിശദമായി ചർച്ച ചെയ്തു. നേരത്തെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായമായിരുന്നു ഭൂരിഭാഗം സെക്രട്ടറി അംഗങ്ങൾ. പ്രത്യേകിച്ച് ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ സർക്കാർ ഇതിൽ ധാരണയിൽ ഒപ്പുവെക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ഇനി പരസ്യമായി ചർച്ച ചെയ്യുന്നതും എതിർക്കുന്നതും അത് ഗുണകരമാകില്ല എന്ന് വിലയിരുത്തലായതുകൊണ്ടാണ് മറ്റൊരു രീതിയിലേക്ക് പരസ്യ ചർച്ചകളിലേക്ക് പോകാതിരുന്നത്. പക്ഷേ ഇപ്പോൾ CPI അങ്ങനെ അനുനയിപ്പിക്കാം എന്നുള്ള ഒരു ചർച്ചകളിലേക്ക് കൂടി ഇന്ന് കടന്നു. ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ നഷ്ടം ഉണ്ടാകും എന്ന വിലയിരുത്തലുണ്ട്. കാരണം PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയെങ്കിൽ SSK ഫണ്ട് ഉൾപ്പെടെ തടഞ്ഞുവെക്കുമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അത് വെല്ലുവിളിയായ സാഹചര്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് സർക്കാർ പറയുന്നു. അതുകൊണ്ട് ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ല, പദ്ധതി നടപ്പിലാക്കും, പദ്ധതിയുമായി മുന്നോട്ട് പോകും. പക്ഷേ ഈ NEP നടപ്പിലാക്കുന്ന കാര്യത്തിൽ വിശദമായി ചർച്ച ചെയ്യും. NEP നടപ്പിലാക്കുന്നതിൽ വ്യത്യസ്ത അഭിപ്രായമാണ് LDF-നും CPM-നും എന്ന നിലപാടാണ്. CPI അനുനയിപ്പിച്ച് മുന്നോട്ട് പോകുക, CPI നേതൃത്വത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്ന ഉത്തരവാദിത്വം തന്നെയാണ് മുഖ്യമന്ത്രി ഏറ്റെടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചകളിലേക്ക് കടക്കുന്നതും. CPI സ്വീകരിക്കുന്ന നിലപാടിനനുസരിച്ച് ഒരുപക്ഷെ വീണ്ടും CPM സെക്രട്ടേറിയറ്റ് യോഗം ചേരാനുള്ള സാധ്യതയുമുണ്ട്.